പോയിന്റ് ടു സംസ് ആൻഡ് ഏരിയാസ്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ സംസും ഏരിയാസും തമ്മിലുള്ള റിലേഷനാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്മ ഡി ഈക്വൽ ടു സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to n വി ഐ ഡെൽറ്റ ടി ഐ എന്നുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ. അത് വെച്ചിട്ട് നമ്മളൊരു ബസ്സിൻ്റെ പ്രോബ്ലം ചെയ്തിരുന്നു. ഇനി ആ ബസ്സിൻ്റെ പ്രോബ്ലത്തിനെ നമുക്ക് ഒന്ന് ഫ്രെയിം ചെയ്യാം മീൻസ് അതിനെ ഒന്ന് ജസ്റ്റ് വരച്ചു നോക്കാം. നമുക്ക് ആദ്യം പറഞ്ഞിരുന്നു ഡെൽറ്റ ടി വൺ ടൈം ഇൻ്റർവെല്ലിൽ V1 ആണ് വെലോസിറ്റി എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ ടൈം ഇൻ്റർവെൽസ് എക്സ് ആക്സിസിന് വരുമ്പോൾ നമ്മൾ എടുക്കുന്നത് ടി ആക്സിസ് ആണ്. ടി ആക്സിസിൽ പ്ലോട്ട് ചെയ്യണം. ദാറ്റ് ഈസ് T0, T1, T2 എക്സെട്ര T5. സിമിലർലി T0, T1 എന്ന് പറയുന്ന ടൈം ഇൻ്റർവെൽ ദാറ്റ് ഈസ് ഡെൽറ്റ T1. ആ ഡെൽറ്റ T1ൽ V1 ആണ് അവിടുത്തെ വാല്യൂ, വെലോസിറ്റി V1 ആണ്. അപ്പോൾ V1ന് നേരെയാണ് നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് V1. ആ ടൈം ഇൻ്റർവെല്ലിൽ മൊത്തം വെലോസിറ്റി V1 ആണ്. ക്ലിയർ? നൗ ഡെൽറ്റ T2 ഇൻ്റർവെല്ലിൽ വെലോസിറ്റി ഈസ് V2. ഡെൽറ്റ T3ൽ വെലോസിറ്റി V3 ആണ്. ഡെൽറ്റ T4ൽ വെലോസിറ്റി V4 ആണ്. ആൻഡ് ഡെൽറ്റ T5ൽ വെലോസിറ്റി V5 ആണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്താ കിട്ടിയിരുന്നത്? VI ഇൻറ്റു ഡെൽറ്റ ടി ഐ, സമേഷൻ VI ഇൻറ്റു ഡെൽറ്റ ടി ഐ. അപ്പോൾ എന്തായിരുന്നു? V1 ഇൻറ്റു ഡെൽറ്റ T1. സോ V1 ഇൻറ്റു ഡെൽറ്റ T1 പ്ലസ് V2 ഇൻറ്റു ഡെൽറ്റ T2 എക്സെട്ര VN ഇൻറ്റു, അല്ലെങ്കിൽ ഇവിടെ 5 ആണ് N, V5 ഇൻറ്റു ഡെൽറ്റ T5. ഇതായിരുന്നു നമ്മുടെ ഡെൽറ്റ ഡി, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബസ്. ഇനി നമുക്ക് ഈ ഒരു കേസിലേക്ക് വരാം. ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഫസ്റ്റത്തെ ഒരു റെക്റ്റാങ്കിൾ ആണിത്. റെക്റ്റാങ്കിൾ നമ്പർ 1, ദിസ് ഈസ് റെക്റ്റാങ്കിൾ നമ്പർ 2, ദിസ് ഈസ് റെക്റ്റാങ്കിൾ നമ്പർ 3 അല്ലേ, ദിസ് ഈസ് റെക്റ്റാങ്കിൾ നമ്പർ 4 ആൻഡ് ദിസ് ഈസ് റെക്റ്റാങ്കിൾ നമ്പർ 5. 5 റെക്റ്റാങ്കിൾസ് ഇവിടെ ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിൾ 1ൻ്റെ ഏരിയ എന്താണ്? V1 ഇൻറ്റു ഡെൽറ്റ T1 ആണ് അല്ലേ, കാരണം ഒരു ലെങ്ത്ത് V1 മറ്റേ ബ്രെഡ്ത്ത് ഡെൽറ്റ T1 ആണ്. സിമിലർലി സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ വരിക? V2 ഇൻറ്റു ഡെൽറ്റ T2 എക്സെട്ര. തേർഡ് വൺ വിൽ ബി V3 ഇൻറ്റു ഡെൽറ്റ T3 എക്സെട്ര. ഫിഫ്ത്ത് റെക്റ്റാങ്കിൾ ഏരിയ വിൽ ബി V5 into delta T5. So what is the total area of these 5 rectangles? ഈ 5 rectangles-ൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്ര വരിക? ഈ സമ്മാണ് വരിക, ശരിയല്ലേ? സോ ദാറ്റ് ഈസ് സെയിം ആസ് വാട്ട്? ഡെൽറ്റ ഡി. സോ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദിസ് ഏരിയ ആൻഡ് സമേഷൻ. നമുക്കൊരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അതേപോലെ തന്നെ നമുക്കൊരു ഗ്രാഫ് തന്നാലും നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ അണ്ടർ ദ ഗ്രാഫ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് ഇതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ പ്ലസ് ടുവിലൊക്കെ ഇൻ്റഗ്രേഷൻ ചെയ്ത സമയത്ത് നമ്മൾ ഈ ഏരിയ കണ്ടുപിടിച്ചതാണ്. ഇനി അതേപോലെ തന്നെ രണ്ട് ഏരിയകൾ തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? A1, ഇത് A1, രണ്ടാമത്തെ A2. സോ ടോട്ടൽ ഏരിയ വിൽ ബി A1 പ്ലസ് A2. സിമിലർലി രണ്ട് ഫിഗറുകൾ തന്നിട്ടുണ്ട്. ഒരെണ്ണം ചെറുതാണ്, അല്ലെങ്കിൽ എയുടെ ഉള്ളിലാണ് B. സോ വിച്ച് ഏരിയ വിൽ ബി ബിഗ്ഗർ? ഏരിയ ഓഫ് A അല്ലെ? A അല്ലേ വലിയ ഏരിയ, B എന്ന് പറയുന്നത് ചെറിയ ഏരിയ. അപ്പോൾ ഈ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് അറിയുന്ന കൺസെപ്റ്റുകളാണ്. ഇനി നമുക്ക് നേരത്തെ ബസ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഏരിയ, റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ കാണാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്തുമാത്രം ചെയ്താൽ മതി? അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ വിഡ്ത്തും കിട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ, ലെങ്ത്തിൻ്റെ വിഡ്ത്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ റെക്റ്റാങ്കിൾസിൻ്റെയും ഏരിയ ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലായിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ കേസിൽ പറഞ്ഞു ടി ഈക്വൽ ടു T0, പിന്നെ T1 എക്സെട്ര T5 എന്ന് പറഞ്ഞു. ഇതെല്ലാം ഈക്വൽ ഇൻ്റർവെല്ല വിചാരിക്കുക. സപ്പോസ് ദിസ് ഈസ് 2, ദെൻ ദിസ് വിൽ ബി 4, അടുത്ത ആൾ 6 എക്സെട്ര ദിസ് വിൽ ബി 10.
അങ്ങനെ 2 സെക്കൻഡിൻ്റെ വ്യത്യാസമാണ് തന്നിരിക്കുന്ന ടൈം ഫ്രെയിം എങ്കിൽ ഡെൽറ്റ ടി ഐകളൊക്കെ എന്താണ്? ഡെൽറ്റ T1 2 ആണ്, ഡെൽറ്റ T2 2 ആണ് അല്ലേ? എല്ലാം 2 തന്നെയല്ലേ വരിക? അപ്പോൾ നമ്മുടെ ഡി എന്ന് പറയണ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്ന ഫോർമുല എന്തായി മാറും? V1 പ്ലസ് V2 പ്ലസ് എക്സെട്ര Vn ഇൻറ്റു ഡെൽറ്റ ടി ഐ, അല്ലെങ്കിൽ ഡെൽറ്റ ടി ഐ എന്ന് പറയുന്ന ആൾ ഒറ്റൊരാളാണ്. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് തൽക്കാലം ഡെൽറ്റ ടി എന്ന് വിളിക്കാം. സോ ഹിയർ ദിസ് ഈസ് 2, ശരിയല്ലേ? കാരണം ഡെൽറ്റ T1ഉം ഡെൽറ്റ ടി ആണ്, ഡെൽറ്റ T2ഉം ഡെൽറ്റ ടി ആണ്. എല്ലാം അങ്ങനെ ഈക്വൽ ആക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോമിലേക്ക് നമുക്ക് എന്തായിട്ട് മാറ്റി എഴുതാൻ പറ്റും? തന്നിരിക്കുന്ന ഏരിയന് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റിനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്റർവെൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യണം x0, x1, എക്സെട്ര xn എന്ന് പറയുന്ന ആൾക്കാർ ഈക്വൽ ടൈം ഇന്റർവെല്ലായിട്ട് കൺസിഡർ ചെയ്യാം. അതിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണോ അതിനെ നമുക്ക് x0 എന്ന് വിളിക്കാം, ഫൈനൽ പോയിന്റ് ബിനെ നമുക്ക് xn എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ ടീനെ എക്സിലേക്കും മാറ്റി വിനെ നമ്മൾ വൈയിലേക്കും മാറ്റി. കാരണം വൈയിലേക്കും എക്സിലേക്കും മാറ്റാൻ കാരണം നമുക്ക് ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരും എന്താ? എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടൈം ഇന്റർവെൽ? ഇനി ടൈം ഇന്റർവെൽ അല്ല, നൗ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇന്റർവെൽ? ഫസ്റ്റ് ഇന്റർവെൽ വിൽ ബി x1 മൈനസ് x0. സെക്കൻഡ് ഇന്റർവെൽ വിൽ ബി x2 മൈനസ് x1, etc. Clear? And these points x0, x1, etc. xn is called a partition of AB. അതായത് തന്നിരിക്കുന്ന ഇന്റർവെല്ലിൽ എ ബി ആയിരുന്നു. x0 എന്ന് പറയുന്ന പോയിന്റ് എയും ഈ കേസിൽ x3 എന്ന് പറയുന്ന പോയിന്റ് ബിയും ആയിരുന്നു, അല്ലെങ്കിൽ xn എന്ന് പറയുന്ന പോയിന്റ് ബിയും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഇന്റർവെല്ലിനെ ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, എനിവേ നമ്മൾ ഇനി ഈക്വൽ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈക്വൽ അല്ലെങ്കിലും അതിനെ നമുക്കൊരു പാർട്ടീഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഗിവൺ ദ ഇന്റർവെൽ 0, 3 എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിൽ തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ പാർട്ടീഷൻ ചെയ്യാം? ഫസ്റ്റ് x0 വിൽ ബി 0, x1 വിൽ ബി എനി വാല്യൂ ഇൻ ബിറ്റ്വീൻ ദിസ്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് x1നെ ഞാൻ 1 ആയിട്ടാണ് ചൂസ് ചെയ്യണം. ആൻഡ് x2 ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് 2, സോ ദാറ്റ് മൈ x3 ഈസ് 3. So what is the partition of this interval? Partition will be 0, 1, 2, 3. That is same as x0, x1, x2, x3. Clear? So ഇതാണ് ഒരു ഇന്റർവെല്ലിന്റെ പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എഴുതിയത് ക്ലിയർ ആണ്. Now നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. Draw a graph of a step function g defined on 2, 4 by this equation. Before that we will see what is a step function. Step function എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ട ആൾ തന്നെയാണ് step function. Step function means a function g on an interval ab can be broken into smaller intervals called subintervals with x1, etc. xn such that g is constant on each intervals x0, x1, etc. x2. അപ്പോൾ ഡെഫിനേഷൻ കണ്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്താ പറയുന്നത്? ഒരു ഇന്റർവെൽ എ ബി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടീഷൻ നമുക്ക് എഴുതാൻ അറിയാം. ഫസ്റ്റ് പോയിന്റ് x0 ആയിരിക്കണം, then there will be x1, x2, x3, etc. and last point will be some xn. ഇനി ഒരു ഫംഗ്ഷൻ g ഈ ഇന്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആണ്. g is defined on closed interval a b in such a way that ഫസ്റ്റ് a മുതൽ x1 വരെ, a എന്ന് പറഞ്ഞാൽ x0 മുതൽ x1 വരെ ഈ ഒരു സ്ഥലത്ത് ജിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ലെറ്റ് ഇറ്റ് ബി സം 2. ഇപ്പോൾ y ആക്സിസിൽ ഞാൻ 2 പ്ലോട്ട് ചെയ്യാണ്. ഇതാ ഇത്രയും ദൂരം അയാൾ 2 ആണ്. x1 to x2 സം 1 ആണ്. ആൻഡ് സിമിലർലി x2 to x3 സം അതർ വാല്യൂ 4 or 5 അങ്ങനെ എന്തെങ്കിലും. ആൻഡ് ലാസ്റ്റ് സബ് ഇന്റർവെല്ലിലും അയാളുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് കോൾഡ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. സോ സ്റ്റെപ്പ് ഫംഗ്ഷൻ മീൻസ് it's just a function which takes a constant value in each sub interval. ഓരോ സബ് ഇന്റർവെല്ലിലും അയാളുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും.
അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് നോക്കിയാൽ x1 x2ന്റെ ഇടയിലുള്ള ഏത് പോയിന്റ് കൊടുത്താലും ജിയുടെ വാല്യൂ എന്താ? ഈ വാല്യൂ ആണ്. ഇതിപ്പോൾ ഒരു 5 ആണെങ്കിൽ ജിയുടെ വാല്യൂ 5 ആണ്. ക്ലിയർ? Now back to the problem. You are given a function g that is g എങ്ങനെ തന്നിരിക്കുന്നത്? g of x equal to 1 in 2 less than or equal to x less than or equal to 2.5. അതായത് 2ക്കും 2.5ക്കും ഇടയിൽ, അതായത് ഇത്രയും ദൂരമേ ഉള്ളൂ, 2 മുതൽ 2.5. ഈ ഒരു സ്ഥലത്ത് ജിയുടെ വാല്യൂ 1 ആണ്. സോ ദിസ് വൺ. അടുത്തത് 2.5ക്കും 3.5ക്കും ഇടയിലാണ്. 2.5ക്കും 3.5ക്കും ഇടയിൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിൽ y വാല്യൂ എന്താണ്, അല്ലെങ്കിൽ g of x എന്താണ്? 3 ആണ്. സോ ദിസ് ഈസ് 3. ഇനി അടുത്തതോ, അടുത്ത ഇന്റർവെൽ എന്ന് പറയുന്നത് 3.5ഉം 4ഉം ആണ്. സോ ദിസ് ഇന്റർവെൽ, അവിടെ അതിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. സോ ദിസ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. സോ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഓരോ സബ് ഇന്റർവെല്ലിലും അയാളുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നൗ അവിടുത്തെ റിക്വയർഡ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫംഗ്ഷൻ 2 to 4ലാണ് തന്നിരിക്കുന്നത്. 2 to 4ൽ ഉള്ള ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് റെക്റ്റാങ്കിൾ, ദിസ് വൺ, സെക്കൻഡ് റെക്റ്റാങ്കിൾ ആൻഡ് തേർഡ് റെക്റ്റാങ്കിൾ. ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ വരിക? 1 ഇൻറ്റു ഇവിടെ എത്ര ഇൻ്റർവെല്ല് സൈസ്? 2.5ക്കും അല്ലേ 2ക്കും ഇടയിലാണ്. ദാറ്റ് ഈസ് 0.5. 1 ഇൻറ്റു 0.5 പ്ലസ് അടുത്തത് 3 ആണ് അല്ലേ, ഹൈറ്റ് 3 ആണ്. വിഡ്ത്ത് 2.5ക്കും 3.5ക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ വിഡ്ത്ത് 1 ആണ്. പ്ലസ് ലാസ്റ്റ് വൺ ഈസ് 2 ഇൻറ്റു ഹൈറ്റ് ഈസ് 2 ആൻഡ് വിഡ്ത്ത് ഈസ് 3.5 to 4. 3.5 to 4 എന്ന് പറയുമ്പോൾ എത്ര വിഡ്ത്ത് വരുന്നത്? 0.5. So this will give you 0.5 plus 3 plus 2 into 0.5, that is 1. So this will give you 4.5. So 4.5 is the required area under this step function. So in general, if step function takes value k1 in first interval, that is delta x1, and it takes value k2 in the second interval delta x2, etc. It takes the value kn in the nth interval. Its area will be nothing but k1 into delta x1 plus k2 into delta x2 plus etc. and the last one kn into delta x. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. So you can see this, that problem is solved here. We have got the same value, that is 4.5. So again, this is the definition of a step function. A function g on AB is a step function. When AB can be broken up into intervals with delta xi. delta ti ആയിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അതിന് നമ്മൾ എന്താക്കി? delta xi ആയിരുന്നു. On each g equals a constant i. ഓരോ ഇന്റർവെല്ലിലും അയാളുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, ki ആണ്. If ki is a positive or 0, the area under the graph is given by sigma I running from 1 to n ki delta xi. ഇത് തന്നെയാണ് എന്ത്? k1 delta x1 plus etc. kn delta xi. Now സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഈ ഫോർമുല മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ജനറൽ ആയിട്ട് ഒരു ഫംഗ്ഷൻ, കൺസിഡർ എ ഫംഗ്ഷൻ വിച്ച് ഈസ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് പോസിറ്റീവ്, നോൺ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. അതായത് എക്സ് ആക്സിസിന് മുകളിലാണ് ഈ ഗ്രാഫ് 1. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം വരുന്നത്?
ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത്, ഈ ഷെയ്ഡഡ് റീജിയൻ. ശരിയല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ട് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല എന്ന് പറയുന്നത്? ബിക്കോസ് ഇതിൻ്റെ ഈ സൈഡ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇത് പ്രശ്നമൊന്നുമില്ല, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെയും സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആൻഡ് ദ ബോട്ടം ഈസ് ഓൾസോ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ മുകളിൽ ഈ ഒരു ഷേപ്പിലാണ് ഗ്രാഫ് കിടക്കുന്നത്. ശരിയല്ലേ? ഈ ഒരു ഷേപ്പിൽ ഗ്രാഫ് കിടക്കുമ്പോൾ അതിൻ്റെ ഏരിയ കാണുമ്പോൾ അതിനെ റെക്റ്റാങ്കിൾസ് ആക്കിയിട്ട് മുറിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ ഗ്രാഫ് ഇങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലോ ഗ്രാഫിൻ്റെ മോൾ ഭാഗം. സോ വി ക്യാൻ ഈസിലി മെയ്ഡ് rectangles from that and we can find the required area. അങ്ങനെ റെക്റ്റാങ്കിൾസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. പക്ഷേ ഈ ഒരു കേസിൽ അത് പോസിബിൾ അല്ല. സോ ഫോർ ദാറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, ഒരു ലീഫ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞിട്ട്. ഇതിൻ്റെ ഏരിയ കാണാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതൊരു ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കും. ഇതൊരു ഗ്രാഫ് പേപ്പറിൽ വരച്ചിട്ട് വൺ സൈസുള്ള 1 മീറ്റർ സ്ക്വയറോ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ളതിൽ വന്നിട്ട് എത്ര ഫുള്ളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് നോക്കും. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4. ഇതിൽ ഫുള്ള് വന്നിട്ടില്ല, കുറച്ച് മിസ്സിങ് ആണ്. ആൻഡ് ഇതിലൊന്നും ഫുള്ള് വന്നിട്ടില്ല. ആൻഡ് ദിസ് ഈസ് 5. സോ 5 ഉറപ്പായിട്ടും കിട്ടി. ഇനി നമ്മൾ ഇത്രയും ആൾക്കാരെ നമുക്ക് അറിയണം. ഈ ഇവിടെയൊക്കെ ഇപ്പം നമ്മൾ എത്ര ഏരിയ മാത്രമേ എടുത്തിട്ടുള്ളൂ? ഈ 1ഉം 2ഉം 3ഉം 4ഉം ഇത്രയും ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ശരിയല്ലേ? 5ഉം ഇത്ര ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി ആ ലീഫിൻ്റെ ഏരിയ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഹാഫിനേക്കാൾ കൂടുതലുള്ളതിനെ 1 ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം, ഹാഫിനേക്കാൾ കുറവുള്ളതിനെ ഒമിറ്റ് ചെയ്യാം. സോ ദിസ് കേസ് ദിസ് 1 ക്യാൻ ബി ഒമിറ്റഡ്. അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ളതൊക്കെ ഞാൻ ഒമിറ്റ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ഒമിറ്റ് ചെയ്യാം. ഇതൊക്കെ ഹാഫിനേക്കാൾ കുറവാണ്. ക്ലിയർ? ദിസ് ഈസ് ഓൾസോ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഹാഫിനേക്കാൾ കൂടുതലുള്ളതിനൊക്കെ നമ്പർ ചെയ്യാം. ദാറ്റ് ഈസ് 6, 7, 8, ദിസ് 1 9, 10, 11, 12, 13, 14, 15. So we say that the area is 15. ക്ലിയർ? അതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അത് അപ്രോക്സിമേറ്റ് ഏരിയ ആയിരിക്കും. കാരണം നമ്മൾ ഹാഫിനേക്കാൾ കൂടുതലുള്ള ആൾക്കാരെ എടുക്കുകയും ചെയ്തു, ഹാഫിനേക്കാൾ കുറവുള്ള ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത ആൾക്കാരാണ്. ഈ ഹാഫിനേക്കാൾ കുറവ്, ഹാഫ് മീൻസ് ഒരു ഫുൾ സ്ക്വയറിനെ കവർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ എമിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വി ആർ അഗെയിൻ യൂസിങ് ദാറ്റ് ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് ഹിയർ. ഇതിൻ്റെയാണ് ഏരിയ നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണ്. എയിൽ നിന്ന് ഗ്രാഫിലേക്ക് വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു സബ് ഇൻ്റർവൽ x1 ഡിഫൈൻ ചെയ്തു. അവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അടുത്തത് നമ്മൾ അടുത്ത ഹൈറ്റിലുള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അടുത്ത ഹൈറ്റിലുള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചു, എക്സെട്ര. വി ഹാവ് ഡ്രോൺ റെക്റ്റാങ്കിൾസ് ബിലോ ദിസ് ഗ്രാഫ്. And suppose this is K1, this is K2, etc. This is Kn. Then we know what is the area of these rectangles. So obviously that will be sigma Ki delta xi. Clear? Now step 2, we are drawing again rectangles, but these are bigger than the given curve. Curve-നേക്കാൾ വലിയ കുറേ റെക്റ്റാങ്കിൾസും വരച്ചു. Again dividing in that same sub-interval. അതേ ഇൻ്റർവെൽ തന്നെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നോ സപ്പോസ് ദിസ് ഈസ് LJ or LI. Then here the area is sigma K, instead of K we have taken this as LI delta xi. ഇനി ഓൾറെഡി ഇവിടെ I യൂസ് ചെയ്തതായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സമേഷനെ J എന്ന് പറയാം. പേരിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല, എന്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അക്കോർഡിംഗ് ടു N-ഓ M-ഓ എത്ര നമ്പർ വെച്ചാൽ. ഒരു കാര്യം ഉറപ്പാണ്, ദിസ് ഏരിയ വിൽ ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ ദ ഏരിയ ഓഫ് ദ ഗിവൺ കർവ് ആൻഡ് ദിസ് ഏരിയ ഈസ് ഡെഫിനറ്റ്ലി ലെസ്സർ ദാൻ ദ ഏരിയ ഓഫ് ദ ഗിവൺ കർവ്. സോ ദിസ് ഈസ് അവർ പ്രൊസീജിയർ. ദിസ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ A, ദ റിക്വയർഡ് ഏരിയ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഏരിയ. ക്ലിയർ? നൗ
we will do one problem. Example 3. Let f of x equal to x square plus 1 in 0 less than or equal to 2. So first we need to draw the graph of x square plus 2. എക്സ് സ്ക്വയർ പ്ലസ് ടുവിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്കറിയാം അതൊരു കേർവ് ആയിരിക്കും, കാരണം എക്സ് സ്ക്വയറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സീറോയിൽ കൊടുക്കാം. സീറോയിൽ കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താ 1 ആണ്. സോ ദിസ് 1 ആൻഡ് when x equal to 1 this will give you 1 square plus 1, that is 2. when x equal to 1 this is 2. ഇനി വേണമെങ്കിൽ ഈ പോയിന്റ് കൂടി കൊടുക്കാം. when x equal to 2 this will be 4 plus 1 5. x equal to 2 this is 4 plus 1, that is 5, somewhere here. So this is the curve. Actually this is the curve y equal to x square shifted 1 unit upward. കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അറിയാൻ തന്നെയാണ്. ഇനി അങ്ങനെ അറിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്താൽ മതി. Now we need to find the area from 0 to 2. So what is that area? That is this one, area of this region. ഈ റീജിയൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലെ ആളെന്തല്ല, കർവ് അല്ല. സോ we are taking two step functions, one is g of x and another one is h of x, and let's see which one is above the given curve and which one is below the given curve. ഓക്കെ, ഇവിടെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, എന്നാലും നമുക്ക് വരയ്ക്കാം. 0 ലെസ് ദാൻ ഈക്വൽ ടു x1ൽ g of xൻ്റെ വാല്യൂ 0 ആണ്. ഐ ആം ടേക്കിംഗ് വിത്ത് സം അതർ കളർ, ദറ്റ് ഈസ് ഹിയർ. 0 to 1 വരെ ഗ്രാഫിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ ഇറ്റ് ഈസ് ഇൻ ദി എക്സ് ആക്സിസ്. Now 1 to 2ൽ ഗ്രാഫിൻ്റെ വാല്യൂ 2 ആണ്. 1 to 2ൽ ഗ്രാഫിൻ്റെ വാല്യൂ 2 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആയിരുന്നു അല്ലേ? So you have two rectangles. And first one റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് k1. k1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. രണ്ടാമത്തെ റെക്റ്റാങ്കിൾ k2 എന്ന് പറയുന്ന ഹൈറ്റ് 2 ആണ്. ആൻഡ് ഡെൽറ്റ x1 ഹിയർ, ഫസ്റ്റ് ഇൻ്റർവെൽ ലെങ്ത് ഈസ് 1 ആൻഡ് സെക്കൻഡ് ഇൻ്റർവെൽ ഡെൽറ്റ x2 ഈസ് ഓൾസോ 1. സോ വാട്ട് ഈസ് ഹിയർ? k1 ഡെൽറ്റ x1 പ്ലസ് k2 ഡെൽറ്റ x2, ദാറ്റ് ഈസ് 0 into 1 plus 2 into 1, that is 2. This one. Similarly, drawing h of x. h of x എങ്ങനെയാണ്? 2/3 വരെ അയാളുടെ വാല്യൂ 2 ആണ്. സോ 2/3 എന്ന് പറയുന്ന പോയിന്റ് വരെ അയാളുടെ വാല്യൂ 2 എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെയാണ്. 2/3 എന്ന് പറയുമ്പോൾ എത്ര വരിക പോയിന്റ്? 2/3 is approximately എത്ര വരും? 0.67 എന്ന് പറയാം അല്ലേ? 0.67. അപ്പോൾ 0.67 എന്ന് പറയുമ്പോൾ 1-നേക്കാൾ മുന്നേ, അപ്പോൾ ഇവിടെ ഇട്ട് വരും. സോ അവിടുത്തെ വാല്യൂ ഇതാണ് 0.67. അടുത്ത 2/3 to 4/3 വരെ അയാളുടെ വാല്യൂ 4 ആണ്. 4 എന്ന് പറയുമ്പോൾ സംവേർ ഹിയർ. ഫോർ എന്ന് പറയുമ്പോൾ ഇതായിരുന്നില്ല നമ്മുടെ 4 എന്ന് പറയുന്ന പോയിന്റ്, അപ്പോൾ അതിനേക്കാൾ കുറച്ച് താഴെ. Now 4/3 to 2 വരെ 5. This one. So here also you have 3 rectangles. And the area of this rectangle is bigger than the given area of the given curve. Here the area will be what? ഇവിടെ ഇൻ്റർവെൽ ലെങ്ത് 2/3 വെച്ചിട്ടാണ്. സോ 2 into 2/3 plus 4 into 2/3 plus 5 into 2/3, that is 22/3. So bigger area is 22/3, that is 22/3, and the smaller one is 2. So the area of the given curve will be in between 2 and 22/3.
So this is the way of approximating given area of a curve. Now suppose we are taking infinite number of rectangles instead of നേരത്തെ നമ്മൾ ഒരു 4 ആളെയൊക്കെ എടുത്തിരുന്നുള്ളൂ അല്ലേ, അതിന് പകരം നമ്മൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് എടുത്തു വിചാരിക്കുക. ഇങ്ങനെ കുറേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് വിച്ച് ഈസ് ലോവർ ദാൻ ദിസ് ആൻഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾ വിച്ച് ആർ സ്ലൈറ്റ്ലി ബിഗ്ഗർ ദാൻ ദിസ്. റെഡൊക്കെ ബിഗ്ഗർ ആണ്. So what is the possibility? Again, the area of lower rectangles, that is L, that sum is denoted by L, will be less than or equal to required area of the curve, and that is less than or equal to what? The upper area. അപ്പോൾ റെക്റ്റാങ്കിൾസിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ അപ്രോക്സിമേഷൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അതായത് ഇപ്പം നേരത്തെ കേസിൽ നമ്മൾ കണ്ട ഒരു 3 എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയായിരുന്നു കിട്ടിയിരുന്നു. This is 22 by, what was that? 22 by 3. That is 7 point something. ഇനി ഇതിൽ ആ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ ഇവിടെ തന്നെ ഈ ജി ഓഫ് എക്സിനെ കുറച്ചും കൂടി ഇൻ്റർവെൽസിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുമായിരുന്നെങ്കിൽ, അതായത് 0 മുതൽ 0.5 വരെ ഒരു വാല്യൂ, 0.5 മുതൽ 1 വരെ ഒരു വാല്യൂ, അങ്ങനെ കുറച്ചും കൂടി ഇൻ്റർവെൽസ് ആക്കി എഴുതുമായിരുന്നെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സീ ദാറ്റ് this difference of 2 and 7 is getting closer and closer, like that some 5 less than or equal to a less than or equal to some 6. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. സോ ദ കൺസെപ്റ്റ് ഈസ് ദാറ്റ് നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്ര ചെറുതാക്കി എടുക്കുന്നോ അത്രയും അക്യുറേറ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കേസിൽ ലീഫിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു ലീഫ് എടുത്ത സമയത്ത് ഒരു ലീഫിൻ്റെ നമ്മൾ ഇങ്ങനെ വലിയ സ്ക്വയറുകൾ എടുക്കണോണ്ടാണ് അത് കുറേ എണ്ണത്തിൽ മിസ്സായി വന്നതും കുറേ എണ്ണത്തിൽ എക്സ്ട്രാ വന്നതും അങ്ങനെയൊക്കെ. സപ്പോസ് വി ആർ ടേക്കിംഗ് ദിസ് മച്ച് ഫൈനർ, എന്താ സംഭവിക്കുക? കൂടുതൽ വാല്യൂസ് നമുക്ക്, ശരിയല്ലേ, കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറയണത്. നൗ area under graph. To calculate area under graph of a function, non-negative function, we try to find upper and lower sums. Upper sums എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ, കർവിൻ്റെ മുകളിൽ വരുന്ന റെക്റ്റാങ്കിൾസുകൾ. ക്ലിയർ? there are infinite number of curves. And lower sum എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ വരുന്ന റെക്റ്റാങ്കിൾസ്. അതായത് ഒക്കെ സ്റ്റെപ്പ് ഫംഗ്ഷൻ തന്നെയാണ്. which is closer and closer together. which are closer and closer, അത്രയും closer ആകുമ്പോൾ you will get the approximate area. The area A is a number which is above all lower sums and below all upper sum. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. Now we will see one example. എക്സാമ്പിൾ പറയണത് the velocity of a moving bus, നേരത്തെ തന്ന അതേ പ്രോബ്ലം തന്നെ, is observed over periods of 10 seconds and it's found that 0 to 10 വരെ velocity between 4 and 5. 10 to 20ൽ velocity between 5.5 and 6.5. and 20 to 30 velocity is 5 and between 5 and 5.7. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ അല്ല തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? the velocity is in between those 2 points. Estimate the distance traveled during that interval. ഈ ഇൻ്റർവെല്ലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ബസ്സിൻ്റെ. ഇപ്പോൾ ഈ പ്രോബ്ലം ഇങ്ങനെ ആയിരുന്നെങ്കിലോ, v ഈക്വൽ ടു 4നും 5.5ക്കും ഇടയിലുള്ള ഒരു നമ്പർ തന്നെ തരികയാണ്. ദാറ്റ് ഈസ് സം 4.5. ഇവിടെ ദിസ് ഈസ് സം 6.1. ഹിയർ ഇറ്റ് ഈസ് സം 5.5. ദെൻ വി ക്യാൻ ഈസിലി ഫൗണ്ട് the total distance. Clear? 6.1 into 10 plus 5.5 into 10. ടൈം ഇൻ്റർവെല്ലൊക്കെ 10 ആണ്. പക്ഷെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ദ വെലോസിറ്റീസ് ഇൻ ബിറ്റ്വീന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് ഈ ലോവർ സമ്മും കാണാം, അപ്പർ സമ്മും കാണാം. ആൻഡ് വാട്ട് വി ക്യാൻ സേ അബൌട്ട്
the velocity from this definition, it will be in between these two. So first one will be 4 into 10 plus 5.5 into 10 plus 5 into 10. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ടൈം ഇൻ്റർവെല്ലും ഈക്വൽ ആയിരുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ അല്ലേ, ഇൻറ്റു ഡെൽറ്റ ടി, ദറ്റ് ഈസ് 10. So this will be 145. Similarly second one also, so you can find that will be 172. Hence the approximate or estimated distance traveled is between 145 and 172. This is the same concept we are using to find an area. നമ്മൾ കറക്റ്റ് ഏരിയ അല്ല പറയുന്നത്, നമ്മൾ എന്താ പറയാൻ പോകുന്നത്, ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദോസ് ടു പോയിന്റ്സ് എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്ലിയർ? So there is one problem, example 5, that you can verify, and example 6, use upper and lower sum to find the area under the graph of f of x equal to x. What is f of x equal to x? f of x equal to x ന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, 0 to 1 ഉള്ളൂ, അതാണ് ഞാൻ നെഗറ്റീവ് സൈഡിലേക്ക് വരയ്ക്കാൻ, അല്ലെങ്കിൽ ബാക്കിലേക്കും ഇതേപോലെ വരും, that is 0 to 1. So the required area is this triangle. We need to find the area. ഈ ഒരു പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പാർട്ടീഷൻ ചെയ്യാം, 0-1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, വെറുതെ നമ്മൾ 2 എടുത്താലോ അല്ലെങ്കിൽ 3 ഒക്കെ എടുത്താലോ നമുക്ക് അപ്രോക്സിമേറ്റേ കിട്ടുള്ളൂ. എപ്പോഴാണ് നമുക്കിത് അക്യുറേറ്റ് ആയി കിട്ടുക? ഇഫ് യു ആർ ടേക്കിംഗ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടീഷൻ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ ദ പാർട്ടീഷൻ, so that the lower sum and upper sum get closer and closer. So for that, അപ്പോൾ ഇനി ഈ ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലം പോലെ തന്നെ എല്ലാ പ്രോബ്ലംസും ചെയ്യുക. 0-1 എന്ന് പറഞ്ഞൊരു ഇൻ്റർവെല്ല് തന്നിട്ടുണ്ട്, അതിന് നമ്മൾ പാർട്ടീഷൻ ചെയ്യണത് വെറുതെ 0.1, 0.2, 0.3 എന്നല്ല എടുക്കണത്. We are partitioning this interval into n sub intervals. So the first one is n, എത്രയും നമ്മൾ പറയുന്നില്ല, n can be 1000, 10,000 or 1 lakh or bigger than that. So this point is 1 by n. ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാം. 0-1ൻ്റെ പകുതി അല്ലേ, ഇത് നമുക്ക് n by n ആയിട്ട് എടുക്കാം. n by n ആരാണ്? ഇപ്പോൾ 1 ആണ്. ഇപ്പോൾ n 1000 ആണെങ്കിൽ ദിസ് ഈസ് 1000 by 1000. അപ്പോൾ ഇതിൻ്റെ n ടൈംസ് ഇതിനെ കട്ട് ചെയ്യാൻ പോവാണ്. n ടൈംസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പോർഷൻ ഈസ് 1 by n. അതേ ഇൻ്റർവെല്ലിൽ അടുത്ത് ലെങ്ത് എടുത്തു, ദാറ്റ് ഈസ് 2 by n. അടുത്ത ആളെടുത്തു 3 by n, എക്സെട്ര. ലാസ്റ്റത്തിൻ്റെ തൊട്ട് മുന്നത്തെ ആളിൽ n-1 by n, n-1 by n, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് n by n. ഇങ്ങനെയാണ് നമ്മൾ സബ് ഇൻ്റർവെൽസിനെ ഡിവൈഡ് ചെയ്യണത്. അപ്പോൾ എത്ര സബ് ഇൻ്റർവെൽ നമുക്ക് കിട്ടി? അവിടെ നമുക്ക് n ഇൻ്റർവെൽസ് കിട്ടി. പാർട്ടീഷൻ n പോയിന്റ്സ് ആണ് കിട്ടിയത്. നൗ ഈ എല്ലാ പോയിന്റിലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക്, ഇല്ലെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ എടുക്കുമ്പോൾ എങ്ങനെ വാല്യൂ എടുക്കേണ്ടത്? ഇതിൻ്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ലോവർ സമ്മും അപ്പർ സമ്മും കാണാൻ പോവാണ്. അപ്പോൾ ആദ്യം 1 by n എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. 1 by n എന്ന് പറയുന്ന പോയിന്റിൽ വാല്യൂ വി ആർ ചൂസിങ് ദാറ്റ് ആസ്, ഇതാണ് ഡെഫിനിഷൻ, ജി ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ. സോ ജി ഓഫ് എക്സ് ഈസ് i-1 by n. സോ വെൻ n ഈക്വൽ ടു, ഇതേതാ പോയിന്റ്? ദിസ് ഈസ് x0 അല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് x0 അല്ലേ, ദിസ് ഈസ് x1 എക്സെട്ര, ലാസ്റ്റ് പോയിന്റ് ഈസ് xn. സോ x0 ഫസ്റ്റ് പോയിന്റിൽ ജി ഓഫ് ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ നമുക്ക് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ ഐക്ക് 1 കൊടുക്കാം. സോ i1 അല്ലേ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ x1ൽ 1-1 0. ക്ലിയർ? സോ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ വാല്യൂ ഈസ് 0. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ കളറിൽ വരയ്ക്കാൻ, ഇത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ വാല്യൂ 0. അപ്പോൾ നോക്കി നോക്കൂ, തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ താഴെയാണ്, തന്നിരിക്കുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്.
ക്ലിയർ? ഇനി അടുത്ത പോയിന്റ് ഏതാ? ജി ഓഫ് സെക്കൻഡ് പോയിന്റ് x1 എടുത്തു, x2 ദാറ്റ് ഈസ് 2 മൈനസ് 1/n ദാറ്റ് ഈസ് 1/n. അപ്പോൾ 1/n എന്ന് പറയുന്ന സൈസ്, 1/n എന്ന് പറയുന്ന സൈസ് ഇത്രയായിരുന്നു 1/n എന്ന് പറയുന്ന സൈസ്. അപ്പോൾ ആ ഒരു സൈസ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ വരയ്ക്കും. സോ ഹിയർ ദിസ് വിൽ ബി 1/n. അടുത്ത 2/n വരും, അടുത്ത 3/n വരും, ഇങ്ങനെ വരും. സോ യു ആർ ഗെറ്റിംഗ് റെക്റ്റാങ്കിൾസ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഏരിയ എന്താ വരിക നോക്കാം. Okay, so area here will be sigma I running from 1 to n ki delta xi. What is ki? G of x ന്റെ വാല്യൂ. G of x ന്റെ വാല്യൂ എന്തായിരുന്നു ഓരോ ഇന്റർവെല്ലിലും? I minus 1/n. That is I minus 1/n into delta xi. ഓരോ സബ് ഇന്റർവെല്ലിന്റെയും ഡിഫറൻസ് എത്രയായിരുന്നു? 1/n ആയിരുന്നു ഓരോ സബ് ഇന്റർവെല്ലിന്റെയും ഡിസ്റ്റൻസ്. സോ ദിസ് ഈസ് ഇൻറ്റു 1/n. അപ്പോൾ ആ സമ്മേഷനെ സിംപ്ലിഫൈ ചെയ്തു. ദാറ്റ് ഈസ് 1/n square you can take outside sigma, that is 1/n square into sigma I running from 1 to n I minus 1, that is 1/n square into sigma I running from 1 to n I minus 1 sigma 1, that is sigma I, that is 1 plus 1 plus 1 plus etc n times. So after simplification you will get this as, okay, simplification ഒന്ന് ചെയ്യാം. 1/n square into this is sum of first n natural numbers, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് n ഇൻറ്റു n പ്ലസ് 1/2 മൈനസ് എത്ര ടൈംസ് n ഉണ്ട്? n ടൈംസ് ആണ്, സോറി എത്ര ടൈംസ് 1 ഉണ്ട്? n ടൈംസ് ആണ് 1 ഉള്ളത്. സോ ദിസ് ഈസ് n. സോ n പ്ലസ് 1 ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? n സ്ക്വയർ പ്ലസ് n ബൈ 2 മൈനസ് n. പുറത്താരുണ്ട്? 1/n സ്ക്വയർ ഉണ്ട്. സോ ദിസ് ഈസ് 1/n സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ പ്ലസ് n മൈനസ് 2n. LCM എടുത്താൽ ബൈ 2, ദാറ്റ് ഈസ് 1/n സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ മൈനസ് n ബൈ 2. ഇനി n സ്ക്വയറിന് ഉള്ളിലേക്ക് കൊടുക്കാം. n സ്ക്വയറിന് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിൽ എന്ത് വരും? 1/n സ്ക്വയർ n സ്ക്വയറും ക്യാൻസലായി 1 വരും, മൈനസ് രണ്ടാമത്തെ ടേമിൽ 1/n വരും ബൈ 2, ദാറ്റ് ഈസ് 1/2 മൈനസ് 1/2n. സിമിലർലി യു ടേക്ക് ദ അപ്പർ സം ആസ് h of x, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ മുകളിലത്തെ ആളെ കിട്ടണ്ട. അപ്പോൾ ഇതാണ് 1/n. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ 0 എടുത്തിട്ട് കാര്യമില്ല, 0 എടുത്ത് നമുക്ക് എവിടെ കിട്ടുള്ളൂ? താഴെ വരുള്ളൂ. അപ്പോൾ യു ടേക്ക് g of x, h of x ആസ് 1/n. സോ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ അയാളുടെ വാല്യൂ 1/n ആണ്. അതായത് ഇത് എത്രയാണെന്ന് വെച്ചാൽ അതേ സൈസിൽ തന്നെ ഈ ഹൈറ്റും വരണ്ടേ. ഇതാണ് 1/n. 2/n എന്ന് പറയുമ്പോൾ എന്താ വരിക? 2/n. ഇത് 3/n. ശരിയല്ലേ? ഓരോ ഹൈറ്റും അങ്ങനെ വരിക. അപ്പോൾ അടുത്ത സെക്ഷനിൽ അയാളുടെ ഹൈറ്റ് 2/n എടുക്കുക, അടുത്തതിൽ 3/n എടുക്കുക, അടുത്തതിൽ 4/n എടുക്കുക. ഇവിടെ വരുന്ന അതേ ആൾ തന്നെയാണ് ഇപ്പുറത്തും വരിക. കാരണം എന്താ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x ഈക്വൽ ടു x ആണ്. ഇവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ. ക്ലിയർ? സോ ടേക്ക് h of x ആസ് I/n. സോ ഫസ്റ്റ് വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ 1/n, ഫസ്റ്റ് ഇൻ്റർവെല്ലിലെ വാല്യൂ 1/n, സെക്കൻഡ് ഇൻ്റർവെല്ലിൽ 2/n എക്സെട്ര. സോ h of x സം വിൽ ബി സിഗ്മ I റണ്ണിങ് ഫ്രം 1 to n, li വാല്യൂ li അല്ലേ, li ഇൻറ്റു ഡെൽറ്റ xi ആയിരുന്നു ഫോർമുല. ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട്. So what is that? This you can do by your own and you will get it as 1/2 plus 1/2n. So lower sum ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്, ഫിഗർ നിങ്ങൾക്ക് നോക്കാം. So the lower sum is 1/2 minus 1/2n and the upper sum is 1/2 plus 1/2n. So our area of the function f of x will lie between this lower sum and upper sum. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? if n equal to sum 10, ഓക്കെ, n equal to 1 ആണെന്ന് വിചാരിക്കുക. n equal to 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക?
this is 1 by 2 minus 1 by 2 less than or equal to a less than or equal to 1 by 2 plus 1 by 2, that is 0 less than or equal to a less than or equal to 1 by 4. അതായത് ഏരിയ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 by 4 ആണ്. നമുക്ക് n-നെ 10 എടുക്കാം. n 10 ആണെങ്കിൽ എന്ത് സംഭവിക്കുക? ദിസ് വിൽ ബി 1 by 2 minus 1 by 20, that is less than or equal to a, that is less than or equal to 1 by 2 plus 1 by 20. Clear? So ഈ വാല്യൂ എന്താ വരിക? This will be 10 minus 1 by 20 less than or equal to a less than or equal to 10 plus 1 by 20, that is 9 by 20 less than or equal to a less than or equal to 11 by 20. നോക്കൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എയുടെ റീജിയൻ, അതായത് എയുടെ ബൗണ്ട് നമ്മൾ കുറച്ച് വന്നു രണ്ട് സൈഡിൽ നിന്നും. നേരത്തെ 0ക്കും 1 by 4 ഇടയിലാണ് പറഞ്ഞു, ഇപ്പോൾ കുറച്ചുകൂടി നല്ല വാല്യൂ കിട്ടി. സോ ഇഫ് യു ആർ ടെൻഡിങ് n to infinity, you are getting the accurate value. So as n tending to infinity, what happens? This one tends to 1 by 2 because 1 by 2 ന്റെ ലിമിറ്റ് എന്താ? 0 ആണ്. ശരിയല്ലേ? ലിമിറ്റ് n tending to infinity 1 by 2 എന്താ? 0 ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് n tending to infinity 1 plus 1 by 2 ന്റെയും വാല്യൂ എന്താ? ലിമിറ്റ് വാല്യൂ എന്താ വരിക? 1 by 2. Clear? Because limit n tending to infinity 1 by 2n is 0. 1 by 2n മാത്രമല്ല 1 by n ഉം 3n ഉം 4n ഒക്കെ 0 ആണ്. This you have already studied. Limit of sequenceലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ എന്താ സംഭവിച്ചത്? 1 by 2നും ഇടയിലായി ആരുടെ വാല്യൂ? എയുടെ വാല്യൂ. സോ ദ ഏരിയ വിൽ ബി വാട്ട്? 1 by 2. സോ സെക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എന്നാൽ തന്നെയാണ് ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിലത്തെ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.